വേനലായാലും കാലവർഷമായാലും മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് മാറ്റമില്ല. നല്ല മത്സ്യ ലഭ്യത പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സമയത്തും വല കാലിയാണ് എന്ന സങ്കടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. പ്രതികൂല കാലാവസ്ഥയും പല കാരണങ്ങളാൽ വല മുറിയുന്നതും എല്ലാം പ്രതിസന്ധിയാണ്. 25 വർഷം എടുത്താൽ ഇത്രയും പ്രയാസം ഉണ്ടായ ഒരു വർഷം ഉണ്ടായിട്ടില്ല. അത്രയും ദുരിതമാണ് മത്സ്യത്തൊഴിലാളികളും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അനുബന്ധ തൊഴിലാളികളാണ് ഈ ഹാർബർ മുഴുവൻ. ഇപ്പോൾ ഒരു മീനും ഇല്ല. ഈ വാക്കുകളിൽ പ്രകടമാണ് ആഴക്കടലിനോളം ആഴമുള്ള ദുഃഖം. നല്ല ചാകരയുണ്ടാകേണ്ട സമയത്തും വലയിൽ മീനില്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലം അടിക്കടി ഉണ്ടാകുന്ന മത്സ്യബന്ധന വിലക്ക്, മത്സ്യസമ്പത്തിലുണ്ടായ കുറവ്, ഇതിനെല്ലാം പുറമെ പല കാരണങ്ങളാൽ വല മുറിയുന്നതും കനത്ത പ്രഹരമാണ്. ലക്ഷക്കണക്കിന് രൂപന്റെ വലകൾ നഷ്ടപ്പെട്ടിട്ട് അവർക്ക് യാതൊരു പരിഹാരവുമില്ലാതെ കപ്പൽ ആണ്ടുപോയിട്ട് കടലിലേക്ക് ആണ്ടുപോയിട്ട് അതിൽ നിന്ന് എത്ര കണ്ടെയ്നർ ഇനിയും കടലിൽ ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയാത്തൊരു രീതിയിലേക്കാണ് കേരളത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവുമുള്ള മീൻ ലഭ്യത ആനുപാതികമായി കുറയുകയാണ്. മത്സ്യസമ്പത്ത് കുറയുന്നതിനാൽ കൂടുതൽ നോട്ടിക്കൽ മൈൽ താണ്ടി മത്സ്യബന്ധനം നടത്തേണ്ടി വരുന്നതിനാൽ ചിലവും ഇരട്ടിയാണ്. പല നിബന്ധനകളും അവർക്ക് മേലെ വന്ന് അത് ഏറ്റവും വലിയ ദുരിതമായി അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മണ്ണെണ്ണ ലഭ്യത, മണ്ണെണ്ണ നേരത്തെ സബ്സിഡി മുഖേന കൊടുത്ത മണ്ണെണ്ണായിരുന്നു, ഇപ്പോൾ കിട്ടാക്കനിയായി മാറി. മനുഷ്യൻ കാലങ്ങളിൽ ഈ ഔട്ട്ബോർഡ് എഞ്ചിനുകൾക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു നിയമ തടസ്സം, അവർക്ക് പണിക്ക് പോയിട്ടില്ലെങ്കിൽ സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. പരാതികൾ പലതുണ്ട്, പരിഹാരം മാത്രം അകലെയാണ്. ഈ കാറും കോളും നിറഞ്ഞ മാനം പോലെയാണ് മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ്. നിറയെ ആശങ്കകളാണ്, പ്രതിസന്ധികൾ പൊരുതിയാണ് അതിജീവനം. അനീസ് തോട്ടക്കാരനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.